ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഋതിക. അപ്പോൾ ഇന്ന് നമ്മുടെ ഹിന്ദീൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്കൂളിലോട്ട് വന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈസി ആണോ, മീഡിയം ആണോ, ടഫ് ആണോ എന്ന്. അപ്പോൾ എനിക്ക് വന്നിട്ട് ഒരു ആവറേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വൺ വേർഡൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ നാലാമത്തെ അഞ്ചാമത്തെയും എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് തെറ്റിയോ എന്നൊരു ഡൗട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറിയണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ 2 മാർക്കിൻ്റെ ആയിരുന്നു. അതിൽ 3 എണ്ണത്തിൽ 2 എണ്ണം എഴുതാൻ പറഞ്ഞു. ഞാൻ 6 8 വരുന്ന എഴുതിയിട്ടുണ്ടായിരുന്നത്. ആറാമത്തേന്ന് പറയുമ്പോഴത്തേക്കും വേർഡ്സൊക്കെ ഇങ്ങനെ ഒന്നിച്ച് നമ്മൾ സെൻറ്റൻസ് പോലെ വിട്ടുവിട്ട് എഴുതിയ സെൻറ്റൻസ് പോലെ എഴുതാനായിരുന്നു. അത് സിമ്പിളാണ്, എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ 8ാമത്തേന്ന് പറയുമ്പോഴത്തേക്കും കോൺ ക്യാ വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞിട്ടായിരുന്നു. അതായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പത്തർക്കി ബെഞ്ചിൽ നിന്ന് കുറച്ച് ലൈൻസ് തന്നിട്ട് പിന്നെ അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 9ാമത്തേൻ്റെ ആൻസർ ഞാൻ ഫസ്റ്റ് 3 വരെ എഴുതി വെച്ചു. പിന്നെ 10ാമത്തേന്ന് പറയുമ്പോൾ ആരൊക്കെ ഇരുന്നു എന്നാണല്ലോ, അപ്പോൾ ഞാൻ വെച്ച യുവക അങ്ങനെ പറഞ്ഞ് എഴുതി. പിന്നെ 11ാമത്തത് ആസ്വാദന ടിപ്പണി എഴുതാനായിരുന്നു. ഞാനങ്ങനെ ഒരു കവിതേൻ്റെയും ടിപ്പണി ഞാൻ മര്യാദയ്ക്ക് പഠിക്കാണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തട്ടിക്കൂട്ടി എഴുതി വെച്ചു. ഈ ഒരു സെൻറ്റൻസ് ഞാൻ അങ്ങനെ അത് തന്നെ എഴുതി. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതി വെച്ചു. ഏത് സുന്ദർ കവിത ഹേ അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി. പിന്നെ ഈ ഒരു കവിത ആരെ എഴുതിയെന്ന് ഞാൻ മറന്നുമായിരുന്നു. പിന്നെ എന്തൊക്കെയോ തട്ടിക്കൂട്ടി എഴുതി. എന്തായാലും 6 മാർക്ക് തികച്ചൊന്നും കിട്ടില്ല, കുറച്ചൊക്കെ കിട്ടിയായി. പിന്നെ 12 മുതൽ 16 വരെ 5 ക്വസ്റ്റ്യനിൽ 3 എണ്ണം എഴുതാനായിരുന്നു 4 മാർക്കിൻ്റെ. അപ്പോൾ അതിൽ ഞാൻ എഴുതിയെന്ന് പറയുന്നത് 14ഉം 15ഉം 16ഉം ആയിരുന്നു. 14ാമത്തത് മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. അത് ചെറിയ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്ത് തട്ടിക്കൂട്ടി എഴുതി വെച്ചു. ഏതെങ്കിലും തെറ്റുണ്ടാവും, അത് ഉറപ്പാണ്. പിന്നെ 15ാമത്തതാണ് അനുച്ഛേദം എഴുതാൻ പറഞ്ഞത്. അതും കുഴപ്പമില്ലാണ്ട് എഴുതി. അങ്ങനെ എഴുതി. പിന്നെ 16ാമത്തെന്ന് പറയുമ്പോഴത്തേക്കും വേർഡ്സ് ആഡ് ചെയ്ത് എഴുതാനാണ്. ബൂട്ട, ആദ്മി അങ്ങനെ പറഞ്ഞിട്ട് അതും കുഴപ്പമില്ലാണ്ട് എഴുതി. അങ്ങനെ 2 സെൻറ്റൻസ് പോലെ അങ്ങനെ എഴുതി. പിന്നെന്താ ദുഃഖിന്ന് ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് ചോദിച്ചതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് 17ാമത്തേന്ന് പറയുമ്പോഴത്തേക്കും എന്താ കാരണം പോകാനുള്ളതെന്നാണ്. അപ്പോൾ ഞാൻ അവസാനത്തെ 2 വരി അതിൻ്റെ ആൻസറായിട്ട് എഴുതി വെച്ചു. പിന്നെ 18ാമത്തേന്ന് പറയുന്നത് സംക്ഷേപണം എഴുതാനാണല്ലോ, അതും പ്രസ് പോലെ ഇങ്ങനെ ചെറുതാക്കി എഴുതാനാണല്ലോ. അപ്പോൾ എന്തായാലും 6 മാർക്ക് കിട്ടുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ 4 വരി ആകെ ഉള്ളൂ. അപ്പോൾ അത് 3-1 ചുരുക്കി എഴുതുമ്പോഴത്തേക്കും 1.5 മാക്സിമം. അപ്പോൾ ഞാൻ അവസാനത്തെ 2 വരി തട്ടിക്കൂട്ടി എഴുതി വെച്ചു. അങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ശരിയാണെന്നൊന്നും അറിയില്ല. എല്ലാതും ഉൾപ്പെടുകയും ചെയ്യണം, 3-1 ചെയ്യണം. അപ്പം അങ്ങനെ എന്തോ എഴുതി വെച്ചു. പിന്നെ പിന്നെ 4 എണ്ണത്തിൽ 3 എണ്ണം എഴുതാൻ പറഞ്ഞായിരുന്നു. 19 മുതൽ 22 വരെയുള്ളത്. അതിൽ ഞാൻ എഴുതിയത് 20, 21, 22 ആയിരുന്നു. 20 എന്ന് പറയുമ്പോഴത്തേക്ക് ബാധ്യത എഴുതാനായിരുന്നു. അസലമും പത്നിയായിട്ട് അത് ഞാൻ ഇങ്ങനെ അസുഖമാണ്, ആശുപത്രി പോയി അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി. പിന്നെ 21ാമത്തത് പോസ്റ്റർ എഴുതാനായിരുന്നു. എന്തായാലും മെഡിസിനൽ ഗാർഡൻ അത് വെച്ചിട്ട് അതും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതി. പിന്നെ എനിക്ക് ഡൗട്ട് വന്നത് മറ്റേ കോൺവെർസേഷൻ, മറ്റേ ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, അതെനിക്ക് ഞാൻ കുറേയൊക്കെ എന്തൊക്കെയോ ആയിട്ട് എഴുതി വെച്ചു. പിന്നെ ഇംഗ്ലീഷ് തന്നെ ഞാൻ ഹിന്ദിയിലോട്ട് ഇങ്ങനെ എഴുതി വെക്കുമല്ലോ, അതേപോലെയൊക്കെ എഴുതി വെച്ചു. ബാക്കിയൊക്കെ ഒപ്പിച്ച് എഴുതി. പിന്നെ അങ്ങനെ 22ാമത്തതും കഴിഞ്ഞു. പിന്നെ 23 തൊട്ട് 26 വരെ 8 മാർക്കിൻ്റെ. അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഹിന്ദിയിൽ അത്ര ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫിലിമി സമീഷൻ ഞാൻ ഒഴിവാക്കി. എന്തായാലും അത് ഫുൾ മാർക്കൊന്നും കിട്ടത്തില്ല. 8 മാർക്ക് എന്തായാലും ഫുള്ള് കിട്ടത്തില്ല, ഞാൻ എത്ര ശ്രമിച്ച് എഴുതിയാലും. അപ്പോൾ ഞാൻ 24ഉം 25ഉം 26 വരുന്ന എഴുതിയിട്ടുണ്ടായിരുന്നത്. 26 പിന്നെ നമുക്കറിയാം എന്തായാലും വരും, അതിപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതേപോലെ വരച്ച് വെച്ചു, വന്നിട്ട് പിന്നെ എഴുതി. അത് എന്തായാലും റെഡിയാവുമെന്ന് തോന്നുന്നു, റെഡിയാവും. അപ്പോൾ അത് അങ്ങനെ എഴുതി. പിന്നെ 25ാമത്തേന്ന് പറയുമ്പോൾ സൂചന അധികാര പത്രം, അതും കുഴപ്പമില്ലാണ്ട് എഴുതി. പിന്നെ 24ാമത്തത് വിജ്ഞാപനം എഴുതാനാണ്. അതും ഡിറ്റർജൻറ്റ് പൗഡർ. അപ്പോൾ അതങ്ങനെ ഹെഡിങ് ഒക്കെ കൊടുത്തു. പിന്നെ അതിൻ്റെ ഡിറ്റർജൻറ്റ് പൗഡറിൻ്റെ ഒരു പിക്ചറൊക്കെ വരച്ചിട്ട് ഞാനങ്ങനെ എഴുതി വെച്ചു. മാർക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഹിന്ദീൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. കുറേയൊക്കെ തട്ടിക്കൂട്ടിയാണ് എഴുതി വെച്ചത്. മെയിനായിട്ടുള്ള പ്രശ്നം വന്നത് ടിപ്പണി പഠിക്കാണ്ട് പോയതാണ്. അപ്പോൾ ഇനി പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്കും എല്ലാ കവിതേൻ്റെയും ടിപ്പണി നമുക്കൊന്ന് പഠിച്ചിട്ട് പോകണം. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് എഴുതാൻ പറ്റും. ബാക്കിയൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ട്രാൻസ്ലേഷൻ എനിക്ക് ഹിന്ദിക്ക് അത്ര ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അത്ര മാർക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഹിന്ദീൻ്റെ എക്സാം എഴുതിയത്. നാളത്തെ എക്സാം മറ്റന്നാളത്തേക്ക് മാറ്റി വെച്ചാൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ബയോളജി എക്സാം പഠിക്കാൻ കുറേ ദിവസം ഉണ്ടെന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ശനി ഞായറും ഉണ്ടായിട്ട് ഞാൻ ആകെ പഠിച്ചത് സുവോളജിയിൽ ആ ഒരു ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ കുറേ ടൈം എടുത്തിട്ട് പഠിച്ചു എന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. എന്താ പറയുക, കുറേ ടൈമുള്ള
ടൈമുള്ളപ്പോൾ നമുക്ക് അങ്ങനെ പഠിക്കാൻ വേണ്ടി തോന്നത്തില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എക്സാം കഴിയേണ്ടതായിരുന്നു, അതിന് നമുക്ക് ഇന്ന് വന്നിട്ട് പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി തുടങ്ങിയായിരുന്നു. പക്ഷേ ഈ ടൈം ടേബിൾ അങ്ങനെയായി പോയി ഗൈസ്. അപ്പോൾ നാളെ കഴിഞ്ഞ് നമുക്ക് ബയോളജി എക്സാമാണ്, നാളെ ഇരുന്ന് പഠിക്കണം. എനിക്ക് കുറേ ചാപ്റ്റർ ഇനിയും പെൻഡിങ് ഉണ്ട്, എന്താവുമെന്ന് ഒരു പിടിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ എവിടെ എത്തി, ബയോളജി പഠിച്ചിട്ട് എവിടെ എത്തി എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.